എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കൈഡോയെയും ലൂഫിയെയും കാണിക്കും. അവർ രണ്ടുപേരും രണ്ടുപേരുടെയും പവർ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ഒരുപാട് മണിക്കൂറുകളായി രണ്ടുപേരും ചെറിയൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ അവന്റെ പവർ അതിപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരും. ആ ഉറുകഷിമ അത് കുറേശ്ശെ വൈബ്രേറ്റ് ചെയ്യാണ്. കാരണം കൈഡോയുടെ പവറിലാണ് ആ ഉറുകഷിമ ഫ്ലൈ ചെയ്ത് ഇപ്പോൾ ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നത്. മൊമന്റോസ്കി ആണെങ്കിൽ ഓരോ നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് കൈഡോയും ലൂഫിയെ തന്നെ നോക്കും. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. എത്രയും വേഗം എനിക്കിത് ഡൈവേർട്ട് ചെയ്യണം. കൈഡോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്ന് ആ ഫ്ലവർ ക്യാപിറ്റൽ ഇല്ലാതാവും. അതല്ല എങ്കിൽ കൈഡോ ഇത് ആ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോയി ഇടിച്ചിറക്കി അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും കൊല്ലും. രണ്ട് നടന്നാലും അപകടമാണ്, അതെനിക്ക് ഒഴിവാക്കിയേ പറ്റൂന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാതെ ഇപ്പൊ കൈഡോയുടെ ക്ലൗഡിനെ പിടിച്ച് വലിച്ച് ഡൈവേർട്ട് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഭയങ്കര പവറാണ്, അവനെ കൊണ്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെ ജനങ്ങളാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവരുടെ ആ ഒരു ഫെസ്റ്റിവൽ അടിച്ചു പൊളിക്കുകയാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും പാട്ടും ഡാൻസും ഇവന്റും മാത്രം. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു ബാർ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരാള് ഹായ് ആയിട്ട് കിട്ടിയ ഡ്രിങ്ക്സ് എല്ലാം അടിക്കുകയാണ്. ഉടനെ ഓപ്പോസിറ്റ് ഉള്ള ആളിനാണെങ്കിൽ അതുകൊണ്ട് ടെൻഷൻ ആവും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, ഇത് ഒരുപാട് സമയമായി നീ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, നീ കഴിക്കുകയാണെങ്കിൽ നിന്റെ കൂമ്പ് വാടും. അതിനാവും പറയും ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ഈ ഒരു ഫയർ ഫെസ്റ്റിവലിനന്ന് മാത്രമേ സ്വതന്ത്രമായിട്ട് എൻജോയ് ചെയ്ത് ഇത്രയും കഴിക്കാൻ പറ്റൂ. ഇതിനെല്ലാം കാരണക്കാരൻ ആ ഒറോച്ചിയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. അത് കേൾക്കേണ്ട താമസം അടുത്തുണ്ടായിരുന്നവൻ അവന്റെ വാ പൊത്തിപ്പിടിക്കുകയാണ്. കാരണം ഒറോച്ചിയുടെ ഏതെങ്കിലും ഓഫീസേഴ്സ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈ പറയുന്ന കാര്യം കേട്ട് അവന് പണിഷ്മെന്റ് കൊടുക്കും. സീൻ കട്ട് ചെയ്ത് ഇപ്പോ ക്യാപിറ്റലിന്റെ ആ മെയിൻ സിറ്റി കാണിക്കും. അവിടെയുള്ള ജനങ്ങളെല്ലാവരും കുഞ്ഞു ബലൂൺസ് ഉണ്ടാക്കി അതിൽ അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം തന്നെ ഒന്നായി എഴുതി അതിൽ തിരി കത്തിച്ച് അത് പറത്തി വിടാനായിട്ട് തയ്യാറാവുകയാണ്. മറ്റൊരു ഭാഗത്ത് ചിരിപ്പെണ്ണിന്റെ മാസ്റ്റർ ആളാണെങ്കിൽ ഒരു ബലൂൺ ഇപ്പൊ ചിരിപ്പെണ്ണിന് കൊടുക്കും. നിനക്ക് ഇഷ്ടമുള്ള ആഗ്രഹം അത് ഈ ബലൂണിന്റെ എഴുതി പറത്തി വിട്. ഉടനെ അവളാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ മാസ്റ്ററിനോട് ചോദിക്കും, ഞാൻ ഇതിൽ എഴുതുന്ന കാര്യങ്ങൾ ആഫ്റ്റർ ലൈഫിലുള്ള എൻ്റെ പപ്പ അദ്ദേഹം വായിക്കുമോ? അതിന് മാസ്റ്റർ പറയും, തീർച്ചയായിട്ടും നിനക്ക് പറയാനുള്ള കാര്യങ്ങളും നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ നിനക്കിതിൽ എഴുതി അയക്കാം. അത് കേട്ട് സന്തോഷത്തിൽ അവളാണെങ്കിൽ ഇപ്പൊ എഴുതാനായിട്ട് തുടങ്ങുകയാണ്. എനിക്ക് എൻ്റെ പപ്പയെ പോലെ എല്ലാവരെയും ചിരിപ്പിക്കണം, മാത്രമല്ല അദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ആളായിട്ട് വളർന്നു വരണമെന്ന് പറഞ്ഞ് അവൾ എഴുതി തീർക്കും. മാസ്റ്റർ ആണെങ്കിൽ അത് വായിച്ചു നോക്കും. മറ്റൊന്നുമല്ല, പപ്പയെ ഒരിക്കൽ കൂടെ കാണണം ആയിരിക്കും അവൾ എഴുതിയിട്ടുണ്ടാവുക. അവൾ നിഷ്കളങ്കമായിട്ട് ചിരിച്ച് മാസ്റ്ററിനോട് ചോദിക്കും, എൻ്റെ ആഗ്രഹം അത് നടക്കുമോ? അത് കേട്ട് മാസ്റ്ററിന്റെ ഹൃദയം തകർന്നു പോകും. കാരണം ആഫ്റ്റർ ലൈഫിലുള്ള അവളുടെ പപ്പയെ കാണണമെങ്കിൽ അവളും അവളുടെ പപ്പയെ പോലെ മരിച്ച് അവിടേക്ക് പോകണം. ആൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് വിഷമത്തിൽ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കൈഡോയെയും ലൂഫിയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. കൈഡോ ഒരു സെക്കൻഡ് മുകളിലേക്ക് നോക്കും. നല്ല ചന്ദ്രൻ അങ്ങനെ ഫുൾ ഫോഴ്സിൽ കത്തി നിൽക്കുകയാണ്. വാവ്, ഇത് ശരിക്കും ഒരു അടിപൊളി ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കാനായിട്ട് തുടങ്ങും. എനിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഫൈറ്റിനിടയിലാണോ നീ ഡ്രിങ്ക്സ് അടിക്കണേ? അതിനാവും പറയും, സത്യത്തിൽ ഇന്ന് ഞങ്ങളുടെ എൻജോയ്മെന്റ് ഡേ ആണ്. ആദ്യമായിട്ടാണ് ഞാനുമായിട്ട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്ററുമായിട്ട് ഞാൻ ഏറ്റുമുട്ടുന്നത്. സോ ഞാൻ ഹാപ്പിയാണ്. മാത്രമല്ല ഫ്ലവർ ക്യാപിറ്റലിലുള്ള എല്ലാവരും ഫയർ ഫെസ്റ്റിവൽ ആഘോഷിക്കുകയാണ്. മൃഗഷിമയിൽ ഞങ്ങളും വലിയൊരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്. സോ സന്തോഷവും പാർട്ടിയും ഞങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് കഴിയില്ല. നിനക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് നീയും അടിച്ചോന്ന് പറഞ്ഞ് ആ ഡ്രിങ്ക്സ് ബോട്ടിൽ ലൂഫിക്ക് നേരെ നീട്ടും. ലൂഫിക്കാണെങ്കിൽ കൺട്രോൾ പോവും. എന്നെ കൊണ്ട് പറ്റില്ല, നിന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. നിന്നെ തല്ലിക്കൊന്നതിന് ശേഷം ഈ വേൾഡിന്റെ മുൻപിൽ എല്ലാവർക്കും മുൻപിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്ന് അടിക്കും. ആ ഒരു സമയം ഈ വാനോക്കിൻ്റെത്തിലുള്ള ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം അത് ആഘോഷിക്കും. അത് കേൾക്കുമ്പോൾ ഇവിടെ കൈഡോയ്ക്ക് അവന്റെ ദേഷ്യം അതങ്ങനെ കൂടി വരും. കൈഡോ ആണെങ്കിൽ അടുത്ത നിമിഷം പൊട്ടിക്കരയാണ്. കാരണം ലൂഫിയ ടീം കാരണമാണ് അവൻ ആ പാർട്ടി എൻജോയ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതിനുശേഷം ഇടയിൽ അവൻ പൊട്ടിച്ചിരിച്ച് ആടി അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരുവാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി കൈഡോയെ ആഞ്ഞിട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണ കൈഡോ ആണെങ്കിൽ ഹായ് ആയിട്ട് അങ്ങനെ പുറകിലേക്ക് ചെരിഞ്ഞ് ആ ഒരു പഞ്ചിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം കൈഡോ അവനാണെങ്കിൽ അവന്റെ അടുത്ത ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി ഫുൾ ഫോഴ്സിൽ ലൂഫി ആഞ്ഞൊരിട്ടി. ആ ഒരു ഇട്ടി ലൂഫിയുടെ ബോഡിയിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. കൈഡോ ആണെങ്കിൽ വീണ്ടും ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം പതിയെ അവൻ ഡ്രാഗണായിട്ട് മാറും. അതിനുശേഷം ലൂഫിയോട് പറയും ഈ ഒറുകഷിമ ഐലാൻഡ് അത് തകരാനായിട്ട് പോവാണ്. മാത്രമല്ല ഞാൻ 5 വർഷം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് കെട്ടിപ്പടുത്തെടുത്ത ഈ ഒരു വലിയ മാൻഷൻ അതിപ്പോൾ പകുതി തകർന്നിരിക്കുകയാണ്. അതിനി വീണ്ടും ബാക്ക് ടു നോർമൽ ആക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരെയും
ഒരുപാട് വർഷങ്ങളും ആവശ്യമാണ്. മാത്രമല്ല എൻ്റെ സന്തോഷം അത് മുഴുവൻ നീ നശിപ്പിച്ചു. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ വർഷങ്ങളായിട്ട് വെപ്പൻസ് ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. മാത്രമല്ല ആ ഡെവിൾ ഫ്രൂട്ടിന്റെ സഹായത്താൽ ഞാൻ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. ലൂഫി, നീ ഒറ്റ ഒരുത്തനാണ് എൻ്റെ എല്ലാ പ്ലാനിങ്ങുകളും സമാധാനവും സ്വസ്ഥതയും ഒക്കെ തകർത്തത്. ഡോഫ്ലിമിംഗോയെ അവനെ അടിച്ചു പിടിച്ചു ഒറ്റപ്പെടുത്തിയും നീ എൻ്റെ ബിസിനസ്സും ഡെവിൾ ഫ്രൂട്ടും ഒക്കെ തന്നെ ഇല്ലാതാക്കി. അതിനുശേഷം നീ ബിഗ് മോമിനെ ചലഞ്ച് ചെയ്തു. പിന്നീട് ഇടയ്ക്ക് വന്ന് ഇപ്പൊ എന്നെ തന്നെ ചലഞ്ച് ചെയ്ത് ഈ വാനോ കിങ്ഡം അതോടൻ്റെ ആ ബഫൂൺ അസിസ്റ്റൻസിന് തിരികെ പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഒരു കാരണവശാലും കൊണ്ട് അതിന് കഴിയില്ല. വർഷങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ കൈഡോയുടെ അറ്റാക്കിൽ വലിയ രീതിയിൽ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവന് നന്നായിട്ട് വേദനിക്കും. ലൂഫി ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്റെ പഞ്ച് എനിക്ക് തന്നത് വലിയ വേദനയാണ്. സോ ഒരു കാരണവശാലും ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനെ നോക്കി ടെററായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ കൈഡോയെ നോക്കും. അവനാണെങ്കിൽ അവന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടമൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് അടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ കൺട്രോൾ പോയ ലൂഫി കൈഡോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. അടുത്ത നിമിഷം കൈഡോ അവനാണെങ്കിൽ ടെററായിട്ട് ലൂഫിയെ നോക്കി, ഞാൻ ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് നശിപ്പിക്കാനായിട്ട് ഞാൻ ഇട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ എയർ അറ്റാക്കിൽ ഒരുപാട് സ്ക്വാഡ്സ് ക്രിയേറ്റ് ചെയ്ത് ലൂഫിക്ക് നേരെ അയക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അതെല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കും. കൈഡോ ആണെങ്കിൽ ലൂഫിയോട് പറയും, എനിക്കിപ്പോ അല്പനേരം ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് നീ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ലൂഫി ആണെങ്കിൽ അട്ടിച്ചു പറയും, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഉപേക്ഷിച്ച് പോവില്ല. നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അത് കേട്ട് കൈഡോ അവനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ആ കിറങ്ങിയിരിക്കുന്ന ലെവലിൽ തന്നെ അൺകൺട്രോൾഡ് ആയിട്ട് ലൂഫി അറ്റാക്ക് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ അവൻ ആ അറ്റാക്കുകളിൽ ഒന്നൊന്നായിട്ട് പെട്ടുപോവാണ്. ലൂഫി ആണെങ്കിൽ കൈഡോയുടെ അടുത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കും. പക്ഷെ കൈഡോ ആണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്യാണ്. എല്ലാവരും എന്നെ ചതിച്ചു. എൻ്റെ മകൾ അവളും എനിക്കെതിരായി യുദ്ധം ചെയ്യാണെന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഭയങ്കര കൺഫ്യൂഷൻ. ലൂഫിയാണോ അതോ കൈഡോ ആണോ ഫോക്കസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാത്തതെന്ന് അവന് മനസ്സിലാവില്ല. ഇത് കൈഡോയുടെ ഒരു തരം ട്രിക്കാണ്. ഞാനതിൽ വീണു പോകാൻ പാടില്ല, ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ലൂഫി ഫോക്കസ് ചെയ്യുന്ന അതേ സമയം കൈഡോ ആണെങ്കിൽ ലൂഫി ആഞ്ഞടിക്കും. ആ അടിയിൽ ലൂഫി തെറിച്ചു പോയി അടിച്ചു വീഴുകയാണ്. അതിനുശേഷം വീണ്ടും എനിക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ തോൽക്കുമെന്ന് ഉറപ്പായിട്ടും എന്നോട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ചോദിച്ച് കൈഡോ ആണെങ്കിൽ അവന്റെ ആ ഒരു വാൽ ഭാഗം വെച്ച് ആഞ്ഞടിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ മൗണ്ടനിൽ ചവിട്ടി വീണ്ടും അവന് നേരെ വന്ന് അവനെ ആഞ്ഞു ചവിട്ടും. പക്ഷെ ആ ഗ്യാപ്പിൽ കൈഡോ ഇവിടെ കാലിൽ പിടിച്ച് വലിച്ച് അവർ രണ്ടുപേരുടെയും തല അതങ്ങനെ കൂട്ടിയിടിച്ച് അവിടെ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ആവും. അതിനുശേഷം ലൂഫി ആണെങ്കിൽ ഗാറ്റ്ലിംഗ് അറ്റാക്ക് അത് നടത്തും. ഓപ്പോസിറ്റ് കൈഡോ ആണെങ്കിൽ ഡ്രാഗൺ അറ്റാക്കും. അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ലൂഫിക്ക് പിടികിട്ടും. അങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും അവന്റെ ഹോക്കി പവർ അത് അൺലിമിറ്റഡ് ആയിട്ട് കൂടി വരികയാണ്. കൈഡോ ആണെങ്കിൽ ലൂഫിയുടെ ചില അറ്റാക്കുകൾ തടയും. അതുപോലെ തന്നെ ലൂഫിയും. പക്ഷെ അതിനിടയിലുള്ള രണ്ടുപേരുടെ അടികൾ അത് കറക്റ്റായിട്ട് പരസ്പരം കിട്ടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നേവി ബേസ് കാണിക്കും. അവിടെയാണെങ്കിൽ റവറി മീറ്റിംഗിലെടുത്ത ആ തീരുമാനത്തെക്കുറിച്ചായിരിക്കും കാര്യമായിട്ട് ചർച്ച ചെയ്യുക. വാർ ലോഡ്സുകളെ നേവിയിൽ നിന്ന് എന്നേക്കുമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ചിലർക്കാണെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ചിലർക്കാണെങ്കിൽ ആ തീരുമാനത്തോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. അവരാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ആ 5 എൽഡേഴ്സ് അവരും ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാനോ കിങ്ഡത്തിൽ ഇപ്പൊ നടക്കുന്ന ആ ഒരു വലിയ ഫൈറ്റ് ആണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല അതിനെല്ലാത്തിനും ഉപരിയായിട്ട് റോബിനെ പിടിച്ചെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഇപ്പൊ വാനോ കിങ്ഡത്തിന്റെ ചുറ്റും നേവി ആൾക്കാർ അങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ ആ 5 എൽഡേഴ്സ് മോസ്റ്റ് പോപ്പുലർ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് അത് ചേഞ്ച് ചെയ്യണം. ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് അത് ചേഞ്ച് ചെയ്ത് ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് ഹൈഡ് ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം. കട്ട് ചെയ്ത ഇവിടെ നേവി ആൾക്കാർ അവരുടെ തൊട്ടു മുൻപിൽ ഒരു ജയന്റ് രൂപം കാണുകയാണ്. അത് മറ്റൊന്നുമല്ല ആ സോ ഐലാൻഡ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.